എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കിയേക്കണ ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തിയും സാമ്പാറും ഇവിടുത്തെ ദേശീയ ഭക്ഷണമായതുകൊണ്ടിട്ട് ഒന്നരാടം നമ്മളിത് ഉണ്ടാക്കും. എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് അതായത് നമ്മുടെ ചപ്പാത്തി ചെറുതായി പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്സിലിട്ടേ കൊണ്ടിട്ടാണ് കേട്ടോ. അത് അത്രയൊക്കെ കിട്ടുള്ളൂ. നമുക്ക് എന്നാലും ടേസ്റ്റ് മതിയല്ലോ. നമുക്ക് രൂപത്തിലല്ല കാര്യം, ടേസ്റ്റിലാണ് കാര്യം. അപ്പം സാമ്പാറിന് നമ്മൾ വലിയതായിട്ട് കഷ്ണങ്ങളൊന്നുമില്ല. മുരിങ്ങാക്കോലുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, തക്കാളി ഉണ്ട്, പിന്നെന്താണ് മത്തങ്ങയുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സാമ്പാറിലുള്ളൂ കേട്ടോ. വലിയതായിട്ടുള്ള ഇതൊന്നുമില്ല. ഇന്ന് കുമ്പളങ്ങ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി, ഇടാൻ മറന്നുപോയതാണ്. ഞാനെന്നപ്പോൾ ചായ കുടിക്കട്ടെ, ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയട്ടെ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫുഡ് കഴിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് എനിക്ക് നമ്മളുണ്ടാക്കിയതിൻ്റെ രുചി വരുന്നത് കേട്ടോ. നമ്മളുണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ രുചി കിട്ടണത് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പം മത്തങ്ങ ഇതരിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുരിങ്ങാക്കോലും ഉണ്ട്, മത്തങ്ങയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ എന്നതാണ് ഈ ബീൻസ് ഉണ്ട്, പിന്നെ 2 താളിൻ്റെ കഷ്ണവും കൂടി ഇടാമെന്ന് കരുതി. ഞാൻ അങ്ങനെയൊക്കെയാണ്. എനിക്ക് താള് എല്ലാത്തിലും കൊണ്ടിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താണോ അറിയില്ല, എനിക്ക് താളിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എപ്പോൾ പൊട്ടി മുളച്ച് വന്നാലും ഞാനതൊക്കെ അരിഞ്ഞൂട്ടിയിടും കേട്ടോ. കാരണം ആർക്കും വേണ്ടാതിരിക്കണത്. അപ്പോൾ പിന്നെ വെറുതെ കളയണ്ടല്ലോ. ഏറ്റവും നല്ല സാധനവുമാണ്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ താളും കൂടി ഇതിലോട്ട് അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാരറ്റ്, പിന്നെ എന്തെന്നാണ് കുറച്ച് ബീൻസ് 1-2 അങ്ങനെയൊക്കെ മതി. കുമ്പളങ്ങയും കൂടി ഇടായിരുന്നു എന്ന് പക്ഷെ ഞാൻ മറന്നുപോയി. അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി കുമ്പളങ്ങ എടുക്കാൻ. പക്ഷെ അതുകൊണ്ട് കറി കുറച്ചേ ഉണ്ടായുള്ളൂ കേട്ടോ. കഷ്ണം കുറവായതുകൊണ്ട് കറി കുറച്ചേ ഉണ്ടായുള്ളൂ. കുറച്ചുണ്ടാക്കിയത് കൊണ്ടാണോ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് ഇല്ലായ്മ തോന്നണത്. അപ്പോൾ ഇന്ന് കുറവായിരുന്നത് കൊണ്ടിട്ട് നല്ല ഉഗ്രനായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി കൂടി കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് കരുതിയതാണ് കേട്ടോ. അപ്പോൾ മത്തങ്ങ അരിഞ്ഞിട്ട് പിന്നെ ബാക്കി മത്തങ്ങയും ക്യാരറ്റും കൂടി ആദ്യം നമ്മൾ വേവിക്കോട്ടെ. ഇത്തിരി വേവ് മുമ്പിൽ നിൽക്കണേ കൊണ്ടിട്ട് അത് രണ്ടും കൂടി നമ്മൾ ആദ്യം വേവിച്ചിട്ടാണ് പിന്നെ എന്താണ് നമ്മുടെ ഇതൊക്കെ ബാക്കിയുള്ള ഈ വേവ് കുറഞ്ഞ ഐറ്റമൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ താള് വലിയ അതായത് വണ്ണമൊന്നുമില്ലാത്ത താളാണ് കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ നിന്നാലും ഞരട് പോലെ നിന്നാലും താള് സാമ്പാറിലും എല്ലാത്തിലും ഇങ്ങനത്തെ കഷ്ണം ആയിട്ടിടുന്ന കറികളിലൊക്കെ കൊണ്ടിടാൻ ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങ അരച്ചതായാലും അല്ലെങ്കിൽ നമ്മൾ താള് ഒറ്റയ്ക്ക് മോര് ഒഴിച്ച് കൂട്ടണം, ഏറ്റവും ടേസ്റ്റ് അതാണ് കേട്ടോ. മോരൊഴിച്ച് വെക്കണ താളിന് കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ നുണ പറയണതല്ല. അതായത് ഈ കുമ്പളങ്ങ വെക്കണതിനേക്കാളും ഒക്കെ ടേസ്റ്റ് ഈ താള് മാത്രം മോരൊഴിച്ച് വെക്കണതാണ് കേട്ടോ. പിന്നെ പപ്പായ ഉണ്ടല്ലോ, മറ്റേ എന്താണ് കപ്പങ്ങയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കപ്പങ്ങയൊന്നും ഇല്ല, ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു ഇതുണ്ട്, തൈ ഉണ്ട്, പക്ഷെ ഉണ്ടായി വരണുള്ളൂ. അപ്പോൾ വേപ്പിലയും കൂടി ഇട്ട് ഈ അവിയലിന് വേപ്പില ഒരു പ്രധാന ഘടകമാണ് കേട്ടോ, ടേസ്റ്റ് വരാനായിട്ട്. അപ്പം ഞാൻ കരുതി വേപ്പിലയും കൂടി ഇടാം എന്ന് കരുതി അതും കൂടി പറിച്ചിട്ടാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല വേപ്പില, അപ്പോൾ അതും കൂടി ഇട്ടേക്കാമെന്ന് കരുതി. മഴ പെയ്തിട്ടുണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇത് നമ്മളിപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മത്തങ്ങയും എന്താണ് നമ്മുടെ ക്യാരറ്റും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുരിങ്ങാക്കോലും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴേക്കും നമ്മൾ ഇതൊന്ന് ഇടും. പിന്നെ നമ്മൾ തേങ്ങാരപ്പ് ചേർക്കേണ്ട ചെയ്യണത്. തേങ്ങാരപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. തേങ്ങാരപ്പിൽ നമ്മൾ ചേർക്കണത് എന്തെന്നാണ്, ഒത്തിരി ജീരകം, ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി, അതേമാതിരി തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, വേപ്പില, ഇതൊക്കെ ഇട്ട് അങ്ങോട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കും. നന്നായിട്ടല്ല, ഒരു പാകമുണ്ട് അതിന്, ഞാൻ കാണിച്ചു തരാം.
മുഴുവനായിട്ടൊന്നും പറയണ്ട. ഒരു അന്ന് ചതച്ചതും അല്ല, എന്നാ ഇങ്ങനെ ഫുള്ളായിട്ട് ഫിനിഷ് എന്താണ് മെഴുക്ക് പോലെ അരിഞ്ഞതും അല്ല കേട്ടോ. അല്ലാതെ ഒരു നടുക്ക് നിൽക്കണ ഒരു പാകത്തിൽ അരച്ചെടുക്കുക. നമ്മൾ ഞാനിവിടെ കാര്യമായിട്ട് ഡബ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഓരോന്ന് ചോദിച്ചുകൊണ്ട് വരിക. അപ്പം എനിക്കിങ്ങനെ പെട്ടെന്ന് പറയണത് അങ്ങോട്ട് മാറിപ്പോവും. അപ്പം എന്തോ ഫോൺ ചോദിച്ചുകൊണ്ട് വന്നതാണ്. അതായത് എൻ്റെ പുത്രൻ ഫോൺ ചോദിച്ചുകൊണ്ട് വന്നേ കൊണ്ടിട്ട് അത് അങ്ങോട്ട് വിട്ടുപോയി. അതൊക്കെ പോട്ടെ. പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ അരയ്ക്കണത്. അപ്പോൾ ഇതൊക്കെ കൂടി അരപ്പ് അത് എല്ലാം കൂടി അരച്ചിട്ട് നമ്മൾ ദേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇടുന്നത്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് വേവിക്കുന്നത്. അല്ലാതെ വെള്ളം ഒട്ടും ഇല്ലാതെ അല്ല. അത് കുറച്ച് തൈര്, നല്ല കട്ട തൈരാണ്, പുളിയുള്ള നല്ല കട്ട തൈരാണ് കേട്ടോ. ആ തൈരും കൂടി ചേർത്തിട്ട് നമ്മളൊന്നും കൂടി ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പച്ചവേപ്പില ഇട്ടിട്ട് പിന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തട്ടിപ്പൊത്തി അവിടെ വെക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഇങ്ങനെ മൂടി വെച്ചേക്കും. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട, സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ഇതിങ്ങനെ ഈ ചട്ടി തന്നെ വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. കാരണം ഈ ചട്ടിക്ക് ചൂടുണ്ടാവും. അപ്പം ഇതിങ്ങനെ ആ വേപ്പിലയുടെയൊക്കെ സത്തിറങ്ങി പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ സത്തിറങ്ങി കഴിയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ അടുക്കളയൊക്കെ തൂത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത ഊണിനുള്ള പരിപാടി തുടങ്ങാൻ. അതായത് എൻ്റെ ഊണ് കഴിക്കാനായിട്ട്. അപ്പം ഞാനൊരു കയ്യിലെടുത്ത് പിന്നെ കുറച്ചും കൂടി എടുത്ത് വിശപ്പിൻ്റെ അസുഖമുണ്ട്. അതുകൊണ്ടിട്ടാണ് കേട്ടോ. ചിലരൊന്നും ഇത്രയൊന്നും കഴിക്കാറില്ല. ഞാൻ വിചാരിക്കും ഇവരൊക്കെ എങ്ങനെ നിൽക്കണേന്ന് വിചാരിക്കും കേട്ടോ. എനിക്ക് വേണം കേട്ടോ. എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇത്രേ ഉണ്ടായുള്ളൂ. ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതെന്നല്ല, കുറച്ചേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് കൂടിപ്പോയി. അപ്പോൾ സാമ്പാറും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇത്തിരി ചോറ് തിന്നിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്തോ വെളുത്ത് മഞ്ഞച്ചോയി തോന്നി ഈ വീഡിയോ. അതെന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.